സോ ഹലോ ഗൈസ്, വൺസ് അഗെയിൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ഈ ഒരു പോഡ്കാസ്റ്റായിട്ട് ആക്ച്വലി വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റ് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാടായിട്ട് ഇങ്ങനെ പറയണം എന്നിങ്ങനെ ആഗ്രഹിച്ചൊരു സബ്ജക്റ്റായിരുന്നു. ഇതിപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ എൻ്റെ ഈ ഒരു ചാനൽ അല്ലെങ്കിൽ ഞാൻ ബേസ് ആയിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഒരു ഫീൽഡിനെ പറ്റി, ഷൂട്ട്സിനെ പറ്റിയൊക്കെ ആയിരിക്കും ഞാൻ കൂടുതലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സോ അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ പറയണം എന്ന് ആഗ്രഹിച്ച കുറച്ച് കാര്യങ്ങളാണ്. ലൈക്ക് ഇപ്പോൾ ഒരു കാലത്ത് ഇപ്പോൾ ഇല്ലാത്ത കുറേ ആനിമൽസ് ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. അത് ഓരോ ജനറേഷൻ കഴിയുന്നതോറും ഇല്ലാണ്ടായി. ഈവൻ ഡൈനോസേഴ്സൊക്കെ ആണെങ്കിൽ പോലും ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇല്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു ഫീൽഡും അതുപോലെ തന്നെ ആകും എന്ന് എനിക്കൊരു തോന്നൽ. ഐ തിങ്ക് അങ്ങനെ ആകും എന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ടാണ്. ആ രീതിക്കാണ് ഇപ്പോഴത്തെ ഒരു വെഡ്ഡിങ് ഫീൽഡ് പോയിക്കൊണ്ടിരിക്കുന്നത്, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഈ ഒരു ഫീൽഡിനെ അങ്ങ് നല്ല രീതിയിൽ കുളമാക്കി വിടുന്നുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ പോലും ഇങ്ങനെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്, എന്തിനിങ്ങനെ ചെയ്യുന്നു, വൈ? എനിക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ഇങ്ങനെ എനിക്ക് ഞാൻ തന്നെ എന്നോട് ഇങ്ങനെ കുറേ തവണ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ലൈക്ക് ഞാനൊരു വർക്കിന് പോയ ടൈമിലാണ് ഓപ്പോസിറ്റ് വന്നൊരു ഫോട്ടോഗ്രാഫർ, ഒരു വെഡ്ഡിങ് കമ്പനിയുടെ, ഏതാണെന്ന് ഞാൻ പറയാനില്ല, ഒരു വെഡ്ഡിങ് കമ്പനിയോട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ആ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞാണ്, ഒരു പാഷൻ എന്നുള്ള രീതിക്ക് കൊണ്ട് നടക്കാൻ മാത്രമേ ഇനി പറ്റുള്ളൂ, ഒരു പ്രൊഫഷൻ ആക്കാൻ പറ്റില്ല എന്ന് എൻ്റെ മുഖത്തൊക്കെ പറഞ്ഞ കാര്യമാണ്. ഞാനൊക്കെ പറഞ്ഞാൽ എനിക്ക് അങ്ങ് എന്തോ പോലെ. കാരണം ഞാൻ എൻ്റെ പാഷനെ ഞാൻ പ്രൊഫഷൻ ആക്കിയതാണ്. ഇനി ഇതേ ഉള്ളൂ, ഈ ഒരു ജോലി വിട്ട് ഞാൻ വേറെ ജോലി ഇല്ല എന്ന് പറഞ്ഞിട്ട് ചാടിത്തുള്ളി നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് ആ ചേട്ടൻ പറഞ്ഞത്, ഇതൊരു പാഷൻ ആക്കാനേ പറ്റുള്ളൂ, പ്രൊഫഷൻ ആക്കാൻ പറ്റില്ല എന്നൊക്കെ. ഒരുപാട് ലോൺ എടുത്ത് ഒരുപാട് കടം മേടിച്ച് ലൈക്ക് അതുപോലെ ആഗ്രഹിച്ച് ക്യാമറ എല്ലാം മേടിച്ച് സെറ്റാണെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നുണ്ട്. അവരുടെയൊക്കെ ആഗ്രഹമാണ് ഈ ഒരു ഫീൽഡിൽ എന്തെങ്കിലും ആകണം, തൻ്റെ സിഗ്നേച്ചർ ഈ ഒരു ഫീൽഡിൽ വെക്കണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഒരു കൂട്ടം ആൾക്കാർ ഇപ്പോഴും ഈ ഒരു ഫീൽഡിനെ നല്ല രീതിയിൽ അങ്ങ് താഴ്ത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ലൈക്ക് ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന ടൈമിൽ ഒരാഡ് കണ്ടതാണ്. ഇതുപോലൊരു വെഡ്ഡിങ് കമ്പനിയുടെ ആടാണ്. ഞാൻ എന്ന് വെച്ചാൽ മൊത്തത്തിൽ ഞാൻ കുറ്റമായിട്ട് പറയുന്നതല്ല കേട്ടോ, ഒരിക്കലും കുറ്റമായിട്ട് പറഞ്ഞാൽ ഇനിയിപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഐ എം എക്സ്ട്രീംലി സോറി ഫോർ ദാറ്റ്. ബട്ട് ഞാൻ അങ്ങനെ ഒരു കുറ്റമായിട്ട് ഞാൻ പറയുന്നതല്ല. ജസ്റ്റ് ഞാൻ കുറച്ച് കണ്ട കാര്യങ്ങളാണ് ഞാൻ ആക്ച്വലി പറയാം. ഇങ്ങനെ ഇതുപോലെ എൻ്റെ ആഡ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ എൻഗേജ്മെൻറ്റ്, മൈലാഞ്ചി, കല്യാണം, റീൽസ്, ഹൈലൈറ്റ്സ്, ആൽബംസ്, ഇത്ര സംഭവങ്ങളും കൂടി 25-30 ഇടയ്ക്കാണ് റേറ്റ് പറയുന്നത്. ഒരു ദിവസം ഒരു ഫോട്ടോഗ്രാഫർക്ക് കൊടുക്കേണ്ട എമൗണ്ട്, വീഡിയോഗ്രാഫർക്ക് കൊടുക്കേണ്ട എമൗണ്ട്, ഡിസൈനറിന്, എഡിറ്റർക്ക്, കളർ ഗ്രേഡ് ആർട്ടിസ്റ്റിന്, നമ്മുടെ കൂടെ വരുന്ന അസിസ്റ്റൻ്റായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക്, ഇവർക്കെല്ലാം കൂടെ കൊടുക്കേണ്ട എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ ആൽബത്തിൻ്റെ പ്രിൻറ്റിങ്, ഇതിൻ്റെ ഡിസൈനിങ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ നോക്കുമ്പോൾ തന്നെ ഒരു 10-30 രൂപയുടെ മേളിൽ ഏറ്റവും കുറഞ്ഞത് പോകുന്നുണ്ട്. എന്നാലും അതിൻ്റെ മേളിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കൂടി ഒരു 30 റേഞ്ചിൽ, ആ ഒരു 30 രൂപയ്ക്ക് ഉള്ളിൽ ഒതുക്കുമെന്ന് പറയുന്നത്. അപ്പം ഞാൻ പോലും അതിശയിച്ചു പോയി, എങ്ങനെ? എനിക്ക് പോലും അത് നടക്കുന്നില്ല ആക്ച്വലി. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച്, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വർക്കിനൊക്കെ പോകുന്ന ടൈമിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാൻ പറയും, വേണം ഇങ്ങനൊരു സംഭവം ഞാൻ കണ്ടു, ഒരു ഐഡിയയും കിട്ടുന്നില്ല, ആർക്കും പിടുത്തവും കിട്ടുന്നില്ല, എങ്ങനെ ഇത് ചെയ്യും? പിന്നെ ഞാൻ നോക്കിയിട്ട് ആകപ്പാടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ വർക്കിൻ്റെ ക്വാളിറ്റി കുറയ്ക്കുക. ഞാൻ നോക്കിയിട്ട് റേറ്റ് കുറയ്ക്കാൻ പറ്റുന്ന റേറ്റ് കുറച്ച് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും നല്ല രീതിയിൽ അവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വർക്കിൻ്റെ ക്വാളിറ്റി കുറയ്ക്കുക. ചിലപ്പോൾ ആൽബത്തിൻ്റെ ലീഫിൻ്റെ ക്വാളിറ്റി ആയിരിക്കും കുറയ്ക്കുക, ചിലപ്പോൾ വീഡിയോയുടെ ക്വാളിറ്റി ആയിരിക്കും കുറയ്ക്കുക, ചിലപ്പം പ്രൊഫഷണലി എടുക്കാൻ അറിയാവുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല വന്ന് വർക്ക് എടുക്കുന്നത് പോലും, പറയാൻ പറ്റില്ല കേട്ടോ. കാരണം അങ്ങനെയൊക്കെയുള്ള വർക്കിൻ്റെ ക്വാളിറ്റി കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, എന്തിനങ്ങനെ ചെയ്യുന്നു, വൈ? കാരണം ഒരു മൊമെൻറ്റ്, ഈവൻ ഒരു കല്യാണം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഞാൻ പലപ്പോഴായിട്ട് വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്, ആ ഒരു കല്യാണം എന്നൊക്കെ പറയുന്നത് നമ്മുടെയൊക്കെ ലൈഫിൽ ഒരു തവണ സംഭവിക്കുന്ന കാര്യമാണ്. അതും അത്രയും നല്ലൊരു മൊമെൻറ്റ് നമ്മളാരും കുളവാക്കാൻ ഒരിക്കലും നോക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, അവർ പോലും അറിയാതെ അവരുടെ ആ ഒരു മൊമെൻറ്റ്സ്, അവരുടെ ഓരോരോ ക്യൂട്ട് മൊമെൻറ്റ്സ് എല്ലാം നമ്മൾ എടുത്തു കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടല്ലോ, അത് അവരുടെ കൊടുത്ത് ഇതെല്ലാം കൊള്ളാം, അടിപൊളിയാണ് ബ്രോ, കൊള്ളാം, സെറ്റാണ്, ലെവലാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. അവർ ഈ വർക്കെല്ലാം കൂടെ കണ്ടിന്യൂ ഓരോ ആൽബം നോക്കുന്ന ടൈമിലാണെങ്കിൽ പോലും, അവരുടെ റീലാണെങ്കിൽ പോലും, അവരുടെ ഹൈലൈറ്റ് ആണെങ്കിൽ പോലും അവരിഷ്ടപ്പെട്ട് അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. എങ്ങനെ ഇതെല്ലാം കൂടെ വേണ്ടാന്ന് വെച്ചിട്ട് ചെയ്യുന്നു എന്നാണ് പലപ്പോഴും ആലോചിച്ച കാര്യമാണ്. അപ്പോൾ അങ്ങനെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ ഈ ഒരു ഫീൽഡിനെ നല്ല പോലെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട്. എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പറയണം ഞാനിങ്ങനെ കുറേ നാളായിട്ട് ഞാനിങ്ങനെ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു ആക്ച്വലി ഇത്. കാരണം ലൈക്ക് ഇനിയിപ്പോൾ മേ ബി ഒരുപാട് ആൾക്കാർക്ക് ഇത് പറയണം എന്നുണ്ടായിരിക്കും, ചിലപ്പോൾ അവർക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ പ്രതികരിക്കുന്നുണ്ട് കേട്ടോ. ഈവൻ കഴിഞ്ഞ ദിവസമാണെങ്കിൽ പോലും ഞാനൊരു റീല് കണ്ടു. റീലിനകത്ത് പറയുന്നുണ്ട്, മിഡിൽ ക്ലാസ് ബോയ്സ്
അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. മിഡിൽ ക്ലാസ് ബോയ്സ് അവരുടെ ഒരു പാഷനെ പ്രൊഫഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങളെല്ലാം കൂടെ മേടിച്ച്, അതായത് ക്യാമറ എക്യുപ്മെൻറ്റ്സ് അറിയാമല്ലോ, നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാം. ക്യാമറ എക്യുപ്മെൻറ്റ്സ് എന്നൊക്കെ പറയുന്നത് ചില്ലറ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നൊരു കാര്യമല്ല. ഒരു ആവശ്യത്തിനുള്ള ഒരു ക്യാമറ എടുത്ത് ലെൻസും എടുത്ത് ഇപ്പം ഒരു യൂണിറ്റ് ആണെങ്കിൽ പോലും എടുക്കണം, ഒരു ലൈറ്റിൻ്റെ യൂണിറ്റ് ആണെങ്കിൽ പോലും എടുക്കണം, ഏറ്റവും കുറഞ്ഞത് ഒരു 4-5 രൂപ അടുത്താവും ഏറ്റവും കുറഞ്ഞത്. അപ്പോൾ മിഡിൽ ക്ലാസ് ബോയ്സ് എല്ലാം, ഞാൻ റീലിനകത്ത് അങ്ങനെയാട്ടോ പറയുന്നത്, മിഡിൽ ക്ലാസ് ബോയ്സ് എല്ലാം അങ്ങനത്തെ ഒരു അങ്ങനത്തെ സംഭവങ്ങളെല്ലാം എടുത്ത് സെറ്റായി കഴിയുമ്പോഴത്തേനും കുറേ ആൾക്കാർ കാണും ഇതെല്ലാം കൂടെ കൊണ്ടുപോയി കുളവാക്കാൻ വേണ്ടിയിട്ട്. അവർ ചിലപ്പോൾ എന്താ പറയുക, നല്ലൊരു ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു എമൗണ്ട് ആയിരിക്കും പറയും, ഉറപ്പായിട്ട് നല്ലൊരു എമൗണ്ട് പറയും. കാരണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാനൊരു ഉദാഹരണം നേരത്തെ ഞാനൊരു വീഡിയോയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു പച്ചക്കറി കടയിൽ പോയിട്ട് ഒരു ചീത്ത തക്കാളിക്ക് 5 രൂപയും പഴുത്ത തക്കാളിക്ക് നല്ല ഫ്രഷ് സാധനത്തിൽ ഒരു 10 രൂപയും പറഞ്ഞു കഴിഞ്ഞാൽ ആരും ചീത്ത എടുക്കാൻ നോക്കില്ല, നല്ലത് എടുക്കാൻ നോക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ ഫീൽഡും. എത്രത്തോളം റേറ്റ് താക്കുന്നോ അതിനനുസരിച്ച് ക്വാളിറ്റിയും കുറഞ്ഞുകൊണ്ടിരിക്കും, വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കും. അത് ഈ ഒരു ഫീൽഡിനെ പറ്റി അറിയാൻ പാടില്ലാത്തവർക്ക് ഒട്ടും ഒരു ഐഡിയയും കാണില്ല. അങ്ങനെ വരുമ്പോഴത്തേനും നല്ലൊരു വർക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ നല്ലൊരു പേയ്മെൻറ്റ് എന്തായാലും പറയും. സോ അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേനും ആൾക്കാർ എന്താണ് ചിന്തിക്കുന്നത്, ഇതിനേക്കാളും റേറ്റ് കുറച്ചെടുക്കാൻ വേണ്ടി ആൾക്കാരുണ്ട്, സോ എന്തുകൊണ്ട് അവർക്ക് കൊടുത്തുകൂടാ എന്നേ ചിന്തിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേനും എന്താണ്, ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഉറപ്പായിട്ടും കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേനും എന്താണ്, നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലായിരിക്കണം എന്നൊരു നിർബന്ധമില്ല. ചിലപ്പോൾ നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ സ്ക്രോൾ ചെയ്യുന്ന ടൈമിൽ ഒരുപാട് ഹൈലൈറ്റ് കാണും, ഒരുപാട് റീൽസ് കാണും. ഇപ്പം നോക്കുമ്പോൾ എന്താ അടിപൊളി റീൽസ്, വാവ്, എല്ലാ കാര്യങ്ങളും സെറ്റാണ്, റീൽസാണ്, കോമ്പോസിഷന്, ലൈറ്റിങ്, കളർ ഗ്രേഡിങ് എല്ലാം അടിപൊളിയായിരിക്കും. പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന ഒരു എമൗണ്ട് കുറവാണെന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ടിനുള്ള ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. എന്താ പറയുക, വർക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് കാണിക്കും, അവർ എത്ര എമൗണ്ട് പറയുന്നു അതിനനുസരിച്ച് ഇവരങ്ങ് വർക്ക് എടുത്തിട്ട് എന്തെങ്കിലും കാണിച്ചു കൊടുക്കുകയാണ് ആക്ച്വലി ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തെങ്കിലും കാണിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഈവൻ എന്താ പറയുക, പ്രോപ്പറായിട്ട് വർക്ക് എടുക്കാൻ വേണ്ട ഒരാളെ തന്നെ ആയിരിക്കില്ല, അതായത് പ്രൊഫഷണലി വർക്ക് ചെയ്യുന്ന ഒരാളെ തന്നെ ആയിരിക്കണം വിടണം എന്നൊരു നിർബന്ധമില്ല. അവരാ പറയുന്ന ഒരു എമൗണ്ട് ഓക്കെ, അതിനനുസരിച്ച് ഒരു ഔട്ട്പുട്ട് കിട്ടുക എന്നൊരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ എത്രത്തോളം റേറ്റ് താത്ത് പിടിക്കാൻ പറ്റും അത്രത്തോളം റേറ്റ് താത്ത് പിടിച്ചിട്ട് ഇപ്പം ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഞാൻ ആലോചിക്കുന്നത് എന്തിനാണ്, ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ, കല്യാണം എന്നൊക്കെ പറയുന്നത് ഒരു മൊമെൻ്റാണ്, ലൈഫിൽ ഒരു തവണ അവർ ആഗ്രഹിച്ചുണ്ടാകുന്ന ഒരു മൊമെൻ്റാണ്. നമുക്കത് പിന്നെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. മേ ബി കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്ക് ചിലപ്പോൾ അന്നിട്ട് ആ ഡ്രസ്സ്, അന്നിട്ട് ആ ഒരു ഓർണമെൻറ്റ്സ് സംഭവങ്ങളെല്ലാം വെച്ചിട്ട് നമുക്ക് പിന്നെ വേണമെങ്കിൽ ഒരു ദിവസം അതുപോലെ തന്നെ ഒരു സംഭവം റീക്രിയേറ്റ് ചെയ്യാം, ഓക്കെ ഫൈൻ, സമ്മതിച്ചു. പക്ഷേ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം, വീട്ടുകാരുടെ പ്രസൻസ്, ഫ്രണ്ട്സിൻ്റെ പ്രസൻസ്, ഫാമിലിയുടെ പ്രസൻസ്, ഇതൊന്നും ആ ടൈമിൽ കാണണം എന്ന് ഒരു നിർബന്ധം ഉണ്ടാവില്ല. അതൊന്നും നമുക്ക് ആ സെയിം രീതിക്ക് റീക്രിയേറ്റ് ചെയ്യാനും നമ്മളെക്കൊണ്ട് സാധിക്കില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും എന്താണ്, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. നല്ല രീതിയിൽ ആ വർക്ക് എടുത്ത് കൊടുക്കുക, നല്ല രീതിയിൽ ബെറ്റർ ആക്കി കൊടുക്കുക എന്നുള്ളൊരു ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ കറൻ്റ്ലി ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, മാക്സിമം എന്നെയൊക്കെ സംബന്ധിച്ച് നല്ലപോലെ ഉടായ്പ നടക്കുന്നുണ്ടെന്ന് തന്നെ എനിക്ക് വല്ലാണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എത്രത്തോളം ബെറ്റർ ആക്കേണ്ട സാധനമാണോ അത് അത്രത്തോളം ചീപ്പ് റേറ്റിന് പിടിച്ചിട്ട് അത്രത്തോളം ചീപ്പാക്കി വിടുകയാണ്. ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് കൊടുക്കാൻ നോക്കുന്നില്ല, ക്വാളിറ്റിയുള്ള വർക്ക് കൊടുക്കാൻ നോക്കുന്നില്ല. ഒരുപാട് എനിക്ക് തന്നെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് തന്നെ എന്താണ്, ലൈക്ക് ഞാൻ പറഞ്ഞില്ല, ഒരുപാട് നാൾ ഇങ്ങനെ പോകുമോ, അല്ലെങ്കിൽ എത്ര നാൾ ഈ ഒരു വെഡ്ഡിങ് എന്ന് പറഞ്ഞ ഒരു ഫീൽഡ് ബെറ്ററായി പോകുമെന്നൊന്നും ഒരു പിടുത്തമില്ല, അറിയാൻ പോലും പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടായിരിക്കും, എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഞാൻ കണ്ടതും കേട്ടതൊക്കെ വെച്ചിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയ കുറേ കാര്യങ്ങളാണിത്. ഇപ്പോൾ കൂടി ഞാൻ പറഞ്ഞില്ല, ഒരുപാട് കാര്യത്തിൽ നടക്കുന്നുണ്ട്. നമ്മളൊരു ബഡ്ജറ്റ് പറഞ്ഞാൽ അത് റേറ്റ് കുറച്ച് പിടിച്ചിട്ട് പോകാൻ വേണ്ട ആൾക്കാരാണ്. എന്നിട്ട് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് കൊടുക്കാമെന്നൊക്കെ പറയും, എന്നിട്ട് കൊടുക്കുക അതുമില്ല. എങ്ങനെ ഇങ്ങനെ റേറ്റ് കുറച്ച് പിടിച്ചിട്ട് പറ്റിക്കാൻ പറ്റുന്നു എന്ന് ഞാനിങ്ങനെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയൊരു സംഭവമാണ്. ഇതിപ്പോൾ ആരെ നമ്മൾ ഉദ്ദേശിച്ചിട്ടല്ല, ആരെ മോശക്കാരാക്കാനും വേണ്ടിയിട്ടൊന്നുമല്ല, എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ എന്താണ്, എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ഇടുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.